സമസ്തയുടെ സമ്മേളനം സമാപിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം അതിൽ പലവിധ കമൻറ്റുകൾ വരികയുണ്ടായി. കേരളത്തിലെ പ്രബലമായ രണ്ട് മുസ്ലിം സംഘടനകളാണ് സമസ്ത EK വിഭാഗവും സമസ്ത AP വിഭാഗവും. ഇപ്പോഴ് ആ രണ്ട് സംഘടനകളൂടി യോജിപ്പിലെത്തുമോ, അനുനയത്തിലെത്തുമോ, പരസ്പരം ലയിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചില സമയത്തൊക്കെ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ അത്തരം കമൻറ്റുകൾ ഈ രണ്ടു സംഘടനകളുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെ അത്തരം കാര്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇരു സമസ്തകളും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയുമോ? രണ്ടു സമസ്തയും AP വിഭാഗവും EK വിഭാഗവും ലയിക്കുമോ? അങ്ങനെ ലയിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ? ഇങ്ങനെയുള്ള സംശയങ്ങളാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. രണ്ടു വിഭാഗത്തിലെയും ഐക്യം ആഗ്രഹിക്കുന്നവർ എന്ന് പറയുന്നവർ സോഷ്യൽ മീഡിയയിൽ ഇത്തരം എന്തെങ്കിലും പരാമർശങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് ജിഫ്രി തങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരം എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായാൽ, മറുഭാഗത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടായാൽ അവർ അതിനെ വലിയ രീതിയിൽ ആഘോഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു, ഞങ്ങൾ ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചു, ഞങ്ങൾ അത്തരം നിലപാടുള്ളവരാണ് എന്ന് പറയാൻ വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ഈ രണ്ട് സമസ്തകൾ ആയതിനു ശേഷം, അതായത് അവിഭക്ത സമസ്തയിൽ നിന്നും പിരിഞ്ഞുകൊണ്ട് AP വിഭാഗവും EK വിഭാഗവും രണ്ട് വിഭാഗമായി പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം അതൊരു ലയനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ അസാധ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരസ്പരം പ്രശ്നങ്ങൾ സംസാരിച്ച് ഒഴിവാക്കി തീർക്കാം എന്നതിനപ്പുറം ഈ രണ്ട് സംഘടനകൾക്കും ഒന്നിച്ച് ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. കാലങ്ങളായിട്ട് അവർ പിന്തുടർന്നു പോന്നിരുന്ന ചില ശൈലികൾ തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം എന്നുള്ളത്. കാരണം രണ്ട് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പരസ്പരം അതിരൂക്ഷമായ തർക്കങ്ങൾ, തെരുവിൽ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, പള്ളിയും മദ്രസും പിടിച്ചടക്കാൻ വേണ്ടിയുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ, ഇങ്ങനെ പല രീതിയിൽ അത് തെരുവ് സംഘർഷത്തിലേക്ക് നയിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അത്തരം തെരുവ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ തെരുവ് സംഘർഷങ്ങൾ രണ്ട് സംഘടനകൾക്കും താല്പര്യമില്ലാത്തതും അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് അത്തരമൊരു സംഘർഷങ്ങളില്ലാത്ത ഒരു സമയമാണെന്ന് പറയാം. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, നേരത്തെ ഈ സമസ്ത കേരള രണ്ട് സംഘടനകളും പ്രബലമായി പ്രവർത്തിക്കുന്നത് മലബാറിലാണ്. ഈ മലബാറിലെ പ്രധാനപ്പെട്ട മസ്ജിദുകളൊക്കെ തങ്ങളിലേക്ക് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സമസ്ത കേരളയെ സംബന്ധിച്ചിടത്തോളം, ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മദ്രസ സംവിധാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ പഠിക്കുന്നുള്ളത് അവരുടെ ഒരു ഇതിന് കീഴിലാണ്, വിദ്യാഭ്യാസ സിസ്റ്റത്തിന് കീഴിലാണ്. മറുഭാഗത്ത് AP വിഭാഗം സമാന്തരമായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ രണ്ട് സംഘടനകളും രണ്ടു ഭാഗത്തായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഇരുഭാഗത്തും അതിൻ്റെ സംസ്ഥാനം മുതൽ ദേശീയ തലം മുതൽ അല്ലെങ്കിൽ ഓരോ ജില്ലയിലും അതിൻ്റേതായ നേതാക്കന്മാരുണ്ട്. SKSSFന് ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുണ്ട്, SYSന് ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുണ്ട്, SSFനും ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുണ്ട്. അഥവാ രണ്ട് സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകൾ മുതൽ യുവജന സംഘടനകൾ മുതൽ ഔദ്യോഗിക സമസ്ത വരെ ഈ ഒരു പ്രോസസ്സിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചാൽ ആരുടെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കും, ആരുടെ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കും, അത് അംഗീകരിക്കാൻ അതിന് കീഴിലുള്ള ആളുകൾ തയ്യാറാകുമോ എന്നാണ്. പരമ്പരാഗതമായിട്ട് തന്നെ ഒരു പരസ്പരം വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം എതിർപ്പുള്ള, പരസ്പരം അംഗീകരിക്കാത്ത ഒരു രണ്ട് സംഘടനകളാണ് ഇത്. അവരുടെ നേതൃത്വങ്ങളെ അവർ അംഗീകരിക്കാറില്ല. അവർ പല സമയത്തും
വളരെ രൂക്ഷമായ വിമർശനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. തെരുവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ. അങ്ങനെ ഉണ്ടാവുന്ന ഒരു വിഭാഗം, ഉദാഹരണത്തിന് ഇപ്പോൾ 2 സംഘടനകൾ ഒന്നായാൽ ആ സംഘടനയ്ക്ക് ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുമോ അല്ലെങ്കിൽ കാന്തപുരം നേതൃത്വം നൽകുമോ? അതിൻ്റെ സെക്രട്ടറിമാർ ആരായിരിക്കും? ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ അല്ലെങ്കിൽ മറ്റു ഇവരുടെ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ കാന്തപുരം പണിയെടുത്തുണ്ടാക്കിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് ഈ സമസ്തയിൽ നിന്നും പിന്തിരിഞ്ഞ് വന്നതിന് ശേഷം കാന്തപുരമാണ് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിച്ച് നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണം കോഴിക്കോട് പ്രവർത്തിക്കുന്ന മർക്കസ്, നോളജ് സിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവരുടെ പ്രബലമായ സ്ഥാപനങ്ങളാണ്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ അതിനെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നിലവിൽ AP വിഭാഗവുമായി സഹകരിച്ച് AP വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഈ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നത് AP വിഭാഗത്തിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തിരിച്ച് ആ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ നിലവിലുള്ള EK വിഭാഗത്തിൻ്റെ നേതൃത്വങ്ങളെ അംഗീകരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ അവർ തയ്യാറാവും. അതൊരിക്കലും കഴിയാത്ത കാര്യമാണ്, അംഗീകരിക്കാത്ത കാര്യമാണ്. കാരണം ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുള്ള വലിയൊരു സമൂഹം പുറത്തുണ്ട്. അല്ലെങ്കിൽ അവർ ഇത്രയും കാലം ഇതിനെ കൊണ്ടുപോയ ഒരു രീതിയുണ്ട്. അപ്പോൾ അത്രയും അവർ സ്വന്തം നിലയ്ക്ക് കഷ്ടപ്പെട്ട് ഈ പ്രയാസങ്ങൾക്കിടയിൽ ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ആ സ്ഥാപനങ്ങളുടെ നേതൃത്വം ആരായിരിക്കും എന്നുള്ള ചോദ്യം അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അതും പരസ്പരം കൈമാറാൻ തയ്യാറാകുമ്പോൾ ഇങ്ങനെ ഓരോ ഇപ്പോൾ ഇവരുടെ സഹസംഘടനകളായ SKSFO, SSFO പോലെയുള്ള സംഘടനകൾ, അത്തരം സംഘടനകളെ യോജിപ്പിൽ കൊണ്ടുപോകാൻ കഴിയുമോ? ഒറ്റൊരു സംഘടനയായി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുമോ? ഇല്ല. അത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയാത്തതാണ്. പരസ്പരം അംഗീകരിക്കാൻ അവർ തയ്യാറാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. കാരണം ഇതിലൊരു വലിയൊരു വിടവ് ഈ കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വലിയ രീതിയിലുള്ള സാമൂഹികപരമായ ഒരു സംഘർഷങ്ങളിലേക്ക് പലപ്പോഴും അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. നേരത്തെ പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടി പള്ളിയിൽ വലിയ പ്രശ്നങ്ങൾ, മറ്റു മഹല്ല് പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെയും പ്രശ്നങ്ങൾ, മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തെരുവ് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി അത് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിലൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിടവ് മുമ്പത്തെ പോലെ ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ഈ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആരുടെ കീഴിൽ പ്രവർത്തിക്കും എന്നുള്ളത്. മറ്റൊന്ന്, സമസ്ത AP വിഭാഗം എന്നുള്ളത് കാലങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികളോട് സ്വീകരിക്കുന്ന ഒരു നയസമീപനമുണ്ട്. ആ നയസമീപനം എന്നുള്ളത് അവർ CPMുമായി സഹകരിക്കാൻ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിം ലീഗിനെയും സഹകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനേക്കാൾ അവർ സഹകരിച്ചിട്ടുള്ളത് CPMുമായിട്ടാണ്. കോൺഗ്രസുമായിട്ടും സഹകരിക്കാറുണ്ട്. അപ്പോൾ അതല്ലാത്ത പാർട്ടികളുമായിട്ടും അവർ സഹകരിച്ചു പോകുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് എല്ലാ കക്ഷികളുമായിട്ടും ഇടപഴകുന്ന, എൻഗേജ് ചെയ്താണ് AP വിഭാഗത്തിൻ്റെ പ്രവർത്തനം. പക്ഷേ EK വിഭാഗം എന്നുള്ളത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗുമായിട്ടാണ് ഏറ്റവും അടുത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടാണ് ഏറ്റവും അടുത്തു നിൽക്കുന്നത്. ഈ അടുത്ത കാലത്താണ് ജിഫ്രി തങ്ങൾ പ്രസിഡൻ്റായതിനു ശേഷമാണ് ഈ ഒരു AP വിഭാഗത്തെ പോലെ പ്രത്യേകിച്ച് പിണറായി വിജയൻ മന്ത്രിസഭ വരുന്നു, കേരളത്തിൽ LDF മന്ത്രിസഭ ഉണ്ടാക്കുന്നു, CPMും എൻ്റെ നേതാക്കന്മാരുമായിട്ട് എൻഗേജ് ചെയ്യാൻ തയ്യാറാവുന്നു. സമസ്തയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി മുസ്ലിം ലീഗിന് അധികാരമില്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സമസ്ത മുഷാവറ അംഗമായിരുന്ന ഹൈദരലി തങ്ങളെ പോലെ സാദിഖ് അലി തങ്ങൾ അതിൻ്റെ മുഷാവറ അംഗമല്ല, അദ്ദേഹത്തെ മുഷാവറയിൽ എടുത്തിട്ടില്ല. പിന്നീട് സമസ്തയുടെ ഭാരവാഹിത്വം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം ഈ സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് സംഘടനയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാദിഖ് അലി തങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ CPMുമായും LDFുമായും നിലവിലുള്ള ഭരണകൂടവുമായിട്ടൊക്കെ ജിഫ്രി തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷം സമസ്ത എൻഗേജ് ചെയ്തു പോകുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ, കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഇവരുടേതായി പ്രവർത്തിക്കുന്നുണ്ട്, സംഘടനകളുടെ പരിപാടികൾ നടക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ രാഷ്ട്രീയപരമായി നിരന്തരമായി എൻഗേജ് ചെയ്യേണ്ട സാഹചര്യം 2 സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗുമായിട്ട് മാത്രം സഹകരിച്ചു പോയാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമസ്ത ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നുള്ളത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, അഥവാ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും അവർ പ്രവർത്തിക്കാവുന്നതാണ്. സമസ്തയുടെ ആളുകൾ
മുസ്ലിം ലീഗിൽ മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള ഒരു കർശനമായ നിലപാട് ഈ ജിഫ്രി തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. സമസ്തയും ലീഗും ഏറ്റവും അടുത്തു നിൽക്കുന്ന രണ്ട് കക്ഷികളായിട്ട് പോലും ഈ കാലയളവിൽ അതൊരു വലിയൊരു വ്യതിയാനത്തിലേക്ക് വന്നിട്ടുണ്ട്. വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരസ്പരം. സുബാഹി, മറ്റൊന്ന് ഷജറ ഗ്രൂപ്പ്, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളൊക്കെ ഉണ്ടായത് ഈ ഒരു ഇതാണ്. CIC വിഷയം വരുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതായിട്ടുണ്ടായിട്ടുണ്ട്. ഈ സാദിഖ് അലി തങ്ങളെ മുഷാവറയിൽ എടുക്കുന്നില്ല. മുഷാവറയിൽ എടുക്കാനുള്ള പാണ്ഡിത്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് സമസ്ത വിലയിരുത്തുന്നു. അങ്ങനെ അദ്ദേഹത്തെ മുഷാവറയിൽ എടുക്കുന്നില്ല. ഇങ്ങനെ അതികർശനമായ തീരുമാനങ്ങൾ സമസ്തക്ക് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ നേരത്തെ AP വിഭാഗം എന്നുള്ളത് മുസ്ലിം ലീഗ് കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആ മുസ്ലിം ലീഗ് അധികാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സമസ്ത അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സമയത്ത് AP വിഭാഗം എന്നുള്ളത് അവരിൽ നിന്ന് പുറത്തു പോയ ആളാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു അധികാര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഈ സമസ്തയുമായി സഹകരിക്കുന്ന ആളുകളാവുമ്പോൾ മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ അവരെ ഈ AP വിഭാഗത്തെ പല സമയത്തും അത്തരം രാഷ്ട്രീയപരമായ എതിർപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഈ EK വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഇടം പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നീട് മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഈ AP വിഭാഗം LDFുമായി CPMുമായി സഹകരിക്കാൻ തയ്യാറാവുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളിലെ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾ, മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ CPMനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ പാർട്ടികൾ അവരുടെ കൂടെ ചേരാത്ത ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ AP വിഭാഗവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഘർഷമുണ്ടായാൽ അതിൽ CPMൻ്റെ നേതാക്കൾ ഇടപെടും. പരസ്പരം ഈ പള്ളികളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലോ ഉണ്ടാവുന്ന ഈ മുസ്ലിം സമുദായത്തിനകത്തുണ്ടാവുന്ന ഈ രണ്ട് പ്രശ്നങ്ങളിൽ CPM എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും AP വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ട്, മറുഭാഗത്ത് മുസ്ലിം ലീഗ് ആയിരുന്നത് കൊണ്ട് തന്നെ മലബാറിലും മലപ്പുറത്തുമൊക്കെ പല സ്ഥലങ്ങളിലും അത്തരം ഇടപെടലുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവരുടെ പരിപാടികളൊക്കെ വരുമ്പോൾ അതിനു വേണ്ട മറ്റു കാര്യങ്ങൾ, മറ്റു നിയമപരമായ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഒരു പരിപാടി AP വിഭാഗം സംഘടിപ്പിക്കുന്നു എന്ന് വെക്കുക. ഒരു പ്രദേശത്ത്, ഈ കോഴിക്കോടായാലും അല്ലെങ്കിൽ കണ്ണൂരായാലും ഏത് പ്രദേശത്തായാലും, അവിടെ അതിനെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ അവർ ബന്ധപ്പെടുക CPMുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്. അങ്ങനെ CPMുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അത് കൈകാര്യം ചെയ്യുന്നു. അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ബന്ധങ്ങൾ തുടർന്നു പോകുന്നത്. അതുകൂടാതെ തന്നെ മർക്കസ് അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ പൊതുപരിപാടികളിലൊക്കെ നിരന്തരമായിട്ട് CPMൻ്റെ നേതാക്കന്മാരൊക്കെ പങ്കെടുപ്പിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അതിനിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഒരു മുടി വിവാദം ഉണ്ടാവുന്നു. പ്രവാചക തിരുകേശമാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം കേരളത്തിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രവാചക തിരുകേശത്തെയും ബോഡി വേസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന വന്നു. ആ പ്രസ്താവന വളരെ വലിയ വിള്ളലുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഒരു സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് അതും കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ വീണ്ടും അവർ പരസ്പരം യോജിച്ച് തന്നെയാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചില ആളുകൾ CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് തന്നെ LDFൻ്റെ പല ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ അവർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. ഇതാണ് ഒരു സാഹചര്യം എന്നുള്ളത്. ഇങ്ങനെ കാലങ്ങളായിട്ട് സംഘർഷങ്ങൾ പരസ്പരമുള്ള രണ്ട് വിഭാഗങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഹക്കീം അസ്ഹരി എന്ന കാന്തപുരത്തിൻ്റെ മകൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുസ്ലിം ലീഗിനെ ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ചർച്ചയിൽ താല്പര്യമില്ല എന്നാണ്. ആ ചർച്ച ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു നിലക്കും ഇതിൻ്റെ മധ്യസ്ഥത റോളിൽ വരേണ്ടതില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം AP വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുമ്പോൾ അവർ ആദ്യം തന്നെ മുസ്ലിം ലീഗ് ഇല്ലാത്ത ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള ഒരു സംഘടനയാണ് EK വിഭാഗം എന്നുള്ളത്. നിർണായകമായ പൊസിഷനുകളിൽ അതിൻ്റെ സഹസംഘടനകളിലൊക്കെ ഉത്തരവാദിത്തമുള്ള പല ആളുകളും മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരാണ്. അങ്ങനെ മുസ്ലിം ലീഗിനെ അംഗീകരിക്കാതെ
മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കാതെ, മുസ്ലിം ലീഗുമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനമാകാതെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം അവർക്കും സാധ്യമല്ല. ഇങ്ങനെ വിധമായ ഇടരുകൾ നിലനിൽക്കുന്നതാണ് ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ള വിഷയങ്ങൾ എന്നുള്ളത്. അതുകൂടാതെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഒരുപാട് കേസും തർക്കങ്ങളും ഒക്കെ മറ്റൊന്നുണ്ട്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ പലയിടത്തും കോടതികളിലൊക്കെ നിലനിൽക്കുന്നുണ്ടാകാം. അങ്ങനെ കോടതികളിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ഓരോ പ്രദേശത്തെയും പ്രാദേശിക സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എല്ലാ പ്രദേശത്തും കണ്ണൂരിലെ വിഷയമല്ല കാസർഗോഡുള്ള വിഷയമല്ല കോഴിക്കോട്, അതായിരിക്കില്ല മലപ്പുറത്തെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് സംഘടനകൾ തമ്മിലുള്ള വിഷയം. അത് വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ മുതൽ ഓരോ മസ്ജിദുകൾ കേന്ദ്രീകരിച്ചുള്ള കമ്മിറ്റികളുടെ പ്രശ്നങ്ങൾ മുതൽ ഇങ്ങനെ പലവിധങ്ങളായ കാരണങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, രണ്ട് സംഘടനകൾ ഉണ്ടായതുകൊണ്ട് ഇവിടെ വലിയ ദോഷമല്ലേ മുസ്ലിം സമുദായത്തിനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2, 3, 4 സംഘടനകൾ ഉള്ളത് കൊണ്ട് ദോഷമുണ്ടെന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ അത് പരസ്പരമുള്ള അംഗീകരിക്കാതെ പരസ്പരമുള്ള സംഘർഷങ്ങളിലേക്കും വലിയ തർക്കങ്ങളിലേക്കും വിഭാഗീയതകളിലേക്കും പരസ്പരം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി അത് തങ്ങളുടെ വലിയ നേട്ടമായി ചിത്രീകരിക്കുന്നതിലേക്കും പോയാൽ അതിൽ അപകടമുണ്ട്. അതിനപ്പുറം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം അതിൽ നിന്നും മാറി സഞ്ചരിക്കുന്നു 1989 മുതൽ. അതിനുശേഷം കാന്തപുരം മർക്കസ്, മറ്റു സൈദിയ, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ കാന്തപുരം തുടങ്ങുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസപരമായ ഒരു വലിയ മുന്നോട്ട് പോക്ക് അവർക്ക് സാധ്യമായിട്ടുണ്ട്. അതിന് കീഴിൽ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് കാന്തപുരത്തിന് സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്കും അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല എന്ന് EK വിഭാഗം കരുതുന്നു. അവരും അവരുടെ സ്ഥാപനങ്ങളും അവരുടെ വർക്കുകളും ഇതുമായിട്ട് രണ്ട് വിഭാഗവും തമ്മിലുള്ള ഒരു മത്സരബുദ്ധി, ആ മത്സരബുദ്ധി പലപ്പോഴും സമുദായത്തിന് ഗുണകരമായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ഇപ്പോൾ മസ്ജിദ് ഇല്ലാത്ത പ്രദേശത്ത് ഇവർ മസ്ജിദ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും സമുദായത്തിന് നഷ്ടമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പലവിധ പോസിറ്റീവ് ഘടകങ്ങൾ മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അതൊക്കെ അതിൻ്റെ മറ്റൊരു ഘടകമാണ്. ഇത്തരം മത്സരബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അത് ഗുണകരമാണ് ചിലപ്പോഴെങ്കിലും എന്ന് തന്നെ പറയേണ്ട കാര്യവുമാണ്. മറ്റൊന്ന്, ഈ ഒരു നിലവിലുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ സാഹചര്യം എന്നുള്ളത് മുസ്ലിം സമുദായം വലിയ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ അരക്ഷിതാവസ്ഥ നേരിടുന്ന കാലഘട്ടമാണെന്നുള്ള ബോധ്യം രണ്ട് സംഘടനകൾക്ക് കീഴിലുള്ള അതിൻ്റെ അണികൾക്കുമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ രാജ്യത്ത് ഇത്തരം വലിയ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ മുസ്ലിം സമുദായം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള തർക്കങ്ങൾ മാത്രം മുൻനിർത്തി ഒരു പ്രവർത്തന മേഖലയുമായിട്ട് മുമ്പോട്ട് പോകണം, പരസ്പരം യോജിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ യോജിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ 1989 ഈ സമസ്തയും AP വിഭാഗവും തമ്മിൽ ബന്ധം വേർപിരിയാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നു. അന്ന് ശരീഅത്തുമായി ബന്ധപ്പെട്ട വലിയ കോലാഹലങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടാവുന്നുണ്ട്, ശരീഅത്ത് വിവാദം ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പൊതു പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവുന്നു. ആ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഈ സുന്നിയും മുജാഹിദും തബ്ലീഗ് അല്ലെങ്കിൽ ജമാഅത്ത്, ഇങ്ങനെ പല വിധത്തിലുള്ള സമുദായത്തിൻ്റെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന വിഭാഗങ്ങൾ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു വേദിയിലെത്തുന്നു. ഇതാണ് കാന്തപുരം വിഭാഗം അന്നും ഇന്നും ചൂണ്ടിക്കാണിക്കുന്നത്, അവരതിനെ എതിർക്കുന്നത്. കാരണം ഇവരൊക്കെ പുത്തൻവാദികളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആണ് അവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം. അവരുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വേദി പങ്കിടലോ ഇതോ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് കാന്തപുരം വിഭാഗം പ്രധാനമായിട്ടും പറയുന്നുള്ളത്. അത് 1989 മുതൽ അവർ പറയുന്ന കാര്യമാണ്, ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സമസ്തയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഇൻക്ലൂസീവായ പൊതു പ്ലാറ്റ്ഫോമുകളിൽ സഹകരിക്കണമെന്നുള്ള ഒരു നിലപാടുള്ള സംഘടനയാണ്. പൊതുവിഷയങ്ങളിൽ ആളുകളുമായിട്ട് സഹകരിക്കണമെന്ന്. ഇതേ ഇന്ത്യയിൽ NRC പോലെയുള്ള CAA പോലെയുള്ള നിയമങ്ങൾ വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധത്തിൽ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചതാണ്. സമസ്ത AP വിഭാഗം, EK വിഭാഗം, അതിൽ മറ്റു മുജാഹിദ്, സലഫി, തബ്ലീഗ് സർവ്വ സംഘടനകളുടെ ആളുകളും ഒന്നിച്ചു നിന്നാണ് ആ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവർ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നു. പക്ഷെ അന്നും ഇന്നും ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുണ്ട്, ഒരാൾ സഹകരണ മനോഭാവം പൊതു പ്ലാറ്റ്ഫോമുകളിൽ
ആ ഒരു സമുദായത്തെ വിഷയത്തെ മുൻനിർത്തി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ ഒരു വഹാബി ആശയം അല്ലെങ്കിൽ പുത്തൻവാദം, ഇത്തരം സലഫി ചിന്താധാര, ഇതൊക്കെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ട് എ.പി. വിഭാഗം അതിശക്തമായിട്ട് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് സാഹചര്യം എന്നുള്ളത്. പക്ഷേ ഈ സലഫി വിഭാഗങ്ങളും ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങളുമൊക്കെ UDF-നെയും ലീഗിനെയും ഒക്കെ കാലങ്ങളായിട്ട് പിന്തുണക്കുന്ന വിഭാഗങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ നിരയിലൊക്കെ പല വിധ സലഫി വിഭാഗങ്ങൾ നേതൃത്വ പദവിയിലൊക്കെ ഉണ്ട് മുജാഹിദ് വിഭാഗത്തിൻ്റെ ആളുകൾ. ഇതൊക്കെ അവർ ഇതാണ് ഈ മുസ്ലിം ലീഗിനെ ഇതിൽ അകറ്റി നിർത്തണമെന്നുള്ളൊരു നിലപാട് എ.പി. വിഭാഗം സ്വീകരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ളത് സലഫി, മുജാഹിദ് അല്ലെങ്കിൽ സുന്നി സർവ്വ വിഭാഗങ്ങളെയും അവരുടെ ഇതിന് കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലുള്ള ഈ മുജാഹിദ് സലഫി വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിനെയാണ് കാലങ്ങളായിട്ട് പിന്തുണക്കുന്നത്. അവർ മറ്റുള്ള ഓപ്ഷനുകളിലേക്ക് പോകാറില്ല. കൂടുതലും UDF-നെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയൊക്കെ പിന്തുണക്കുന്ന നയസമീപനമാണ് അവർ സ്വീകരിക്കാറ്. ഇപ്പോൾ വലിയ ട്രെൻഡ് UDF-ന് അനുകൂലമാകുന്നു, സ്വാഭാവികമായിട്ട് UDF-ന് വിജയമുണ്ടാകുന്നു, അല്ലെങ്കിൽ LDF-ന് വിജയമുണ്ടാകുന്നു. അതിൻ്റെ അണികൾ ചിലപ്പോൾ മാറിയൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടാകും. എങ്കിലും അവരുടെ പൊതുവായിട്ടുള്ള നിലപാട് എന്നുള്ളത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിനോടോ അല്ലെങ്കിൽ ലീഗിനോടൊക്കെ സഹകരിച്ച് മുൻപോട്ട് പോകണം, മറ്റുള്ള വഴികൾ തേടരുത്, മറ്റുള്ള വഴികൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നുകൾ, പുതിയ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല, പുതിയ സംഘടനാ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതില്ല. ഇത്തരം ഒരു നിലപാടാണ് ഈ മുജാഹിദ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇങ്ങനെ ഇത്തരം പലവിധങ്ങളായ കാര്യങ്ങൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുണ്ട്. പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത പക്ഷം ഈ നിലവിൽ നടക്കുന്ന ലയന ചർച്ചകളും കുറച്ച് ദിവസം കൊണ്ട് തന്നെ കെട്ടടങ്ങാനാണ് സാധ്യത. സമ്പൂർണമായിട്ടുള്ള ഒരു ലയനം ഒരു അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്.